ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് സോഷ്യൽ സയൻസ് പാർട്ട് 1-ലെ ആദ്യത്തെ ചാപ്റ്ററിലെ ബാക്കി ഭാഗങ്ങളെ നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിലെ പാഠഭാഗങ്ങൾ നിങ്ങളെല്ലാവരും ആവർത്തിച്ച് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു എന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് ക്ലാസ് we just started our discussion about the medieval centers of power. I think we didn't discuss all the power centers. The important power centers of a medieval world are Roman Empire, Holy Roman Empire, Arab Empire, Ottoman Empire, Mongol Empire, Mali Empire, lastly China and Japan. അപ്പോൾ ഏതൊക്കെയാണ് മിഡീവൽ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട പവർ കേന്ദ്രങ്ങൾ, പവർ സെൻറ്റേഴ്സ്? റോമൻ എംപയർ, ഹോളി റോമൻ എംപയർ, അറബ് എംപയർ, ഓട്ടോമൻ എംപയർ, മംഗോൾ എംപയർ, മാലി എംപയർ, ചൈന ആൻഡ് ദെൻ ജപ്പാൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആദ്യത്തെ പവർ സെൻറ്ററായ ഈ റോമൻ സാമ്രാജ്യത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. റോമൻ സാമ്രാജ്യത്തിൻ്റെ ജോഗ്രാഫിക്കൽ എക്സ്റ്റൻറ്റ്, ഏതൊക്കെ ഏരിയകളിലാണ് റോമൻ സാമ്രാജ്യം, ഈസ്റ്റേൺ റോമൻ സാമ്രാജ്യം കേന്ദ്രീകരിച്ചിരുന്നത്? എവിടെയൊക്കെയാണ്? വെസ്റ്റ് ഏഷ്യ, യൂറോപ്പ് ആൻഡ് ആഫ്രിക്ക. റോമൻ സാമ്രാജ്യം കേന്ദ്രീകരിച്ചിരുന്ന ഏരിയകൾ വെസ്റ്റ് ഏഷ്യ, യൂറോപ്പ് ആൻഡ് ആഫ്രിക്ക. You can just go through that map and identify the geographical extent. Then we discussed about the important ruler Diocletian, who divided the empire into two. And after that we have already discussed about the famous ruler who codified the code of law, Justinian. As a part of the study activity, you can write down the important features of a Justinian code of law. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റോമൻ സാമ്രാജ്യം, ഈസ്റ്റേൺ റോമൻ സാമ്രാജ്യത്തെക്കുറിച്ച് പഠിച്ചു. ഈസ്റ്റേൺ റോമൻ സാമ്രാജ്യത്തിലെ പ്രധാനപ്പെട്ട രാജാവായിരുന്ന ഡയോക്ലിഷ്യൻ റോമൻ സാമ്രാജ്യത്തെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ റോമൻ സാമ്രാജ്യങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ പ്രധാനപ്പെട്ട പോയിന്റ് പഠിച്ചത് ജസ്റ്റീനിയൻ, ഫേമസ് റൂളർ ഹൂ കോഡിഫൈഡ് ലോ, റോമാ സാമ്രാജ്യത്തിൽ അന്ന് വരെ നിലനിന്നിരുന്ന നിയമങ്ങളെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു നിയമസംഹിത രൂപീകരിച്ചു. അതാണ് ജസ്റ്റീനിയൻ്റെ കോഡ് ഓഫ് ലോ. പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ജസ്റ്റീനിയൻ്റെ നിയമസംഹിതയെക്കുറിച്ച് അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും എഴുതാവുന്നതാണ്. അങ്ങനെ നമ്മൾ ആദ്യത്തെ പവർ സെൻറ്ററായ റോമൻ സാമ്രാജ്യത്തിനെ കുറിച്ചുള്ള ഡിസ്കഷൻ നമുക്ക് അവസാനിപ്പിച്ച് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് എംപയർ, ദാറ്റ് ഈസ് ഹോളി റോമൻ എംപയർ. നെക്സ്റ്റ് വൺ ഏതാണ്? ഹോളി റോമൻ എംപയർ. ഈ ഹോളി റോമൻ എംപയറിലെ പ്രധാനപ്പെട്ട റൂളർ രാജാവായിരുന്നു ഷാലിമെയിൻ. This Charlemagne belonged to Carolinian dynasty. ഹോളി റോമൻ എംപയറിലെ സാമ്രാജ്യത്തിലെ പ്രധാനപ്പെട്ട ഭരണാധികാരിയായിരുന്നു ഷാലിമെയിൻ. ഷാലിമെയിൻ ഏത് വംശത്തിലാണ് ഉൾപ്പെട്ടിരുന്നത്? കരോലീനിയൻ ഡൈനാസ്റ്റിയിലാണ് ഷാലിമെയിൻ ഉൾപ്പെട്ടിരുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് എങ്ങനെയാണ് ഈ ഹോളി റോമൻ സാമ്രാജ്യത്തിന് ഈ പേര് ലഭിച്ചത്. ഹോളി റോമൻ എംപയർ got this name. Actually, this Charlemagne saved Pope Leo III, who was the spiritual head of Catholics. Nowadays also we can see who is the spiritual head of Catholics? Pope itself. കത്തോലിക്ക മത വിശ്വാസികളുടെ ആത്മീയ ഗുരുവായിരുന്ന പോപ്പ്, ആത്മീയ ഗുരുവാണ് പോപ്പ്. ആ കാലഘട്ടത്തിലെ പോപ്പ് ആയിരുന്ന ലിയോ തേർഡിനെ ട്രൈബൽ കമ്മ്യൂണിറ്റികളുടെ ആക്രമണത്തിൽ നിന്നും
ലൊംബാർഡ്സ് എന്ന ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷിച്ചത് ഷാർലിമെയിനാണ്. അതിൻ്റെ നന്ദി സൂചകമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഓർമ്മ നിലനിർത്താനായിട്ട് പോപ്പ് ലിയോ III declared otherwise gave this title to the Charlemagne as the Holy Roman Emperor. So his kingdom, the Charlemagne's kingdom, came to be known as Holy Roman Empire, and the ruler came to be known as Holy Roman Emperor. Though who was the first Holy Roman Emperor? That is Charlemagne. Now we can discuss about the important contributions of Charlemagne, the famous Holy Roman Emperor. ഷാർലിമെയിൻ്റെ ഇമ്പോർട്ടൻ്റ് കോൺട്രിബ്യൂഷൻ എന്തൊക്കെയാണ്, സംഭാവനകൾ എന്ന് നോക്കാം. ഹി വാസ് എ വെരി ഗുഡ് അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് കോൺക്വറർ. ത്രൂ ഹിസ് ടാക്ടിക്സ് he brought almost all parts of Western European regions under his control. Thus Charlemagne, through his various techniques, brought almost all Western European regions of that time under his control. For this purpose, he used political as well as matrimonial alliances. Now, you may think that how a king can use this matrimonial alliances for expanding his kingdom. നമ്മുടെ രാജ്യത്തും പുരാതന കാലഘട്ടത്തിൽ പല രാജാക്കന്മാരും തങ്ങളുടെ രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിനായിട്ട് വിവാഹബന്ധങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കാനായിട്ട് രാജാക്കന്മാർ അടുത്തുള്ള പല രാജ്യങ്ങളിലെയും രാജകുമാരിമാരെ വിവാഹം ചെയ്യും. അതിലൂടെ അവരുമായി നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കും. ഈ സെയിം ടെക്നിക്സ് Charlemagne he also used for expanding his kingdom. He introduced centralized administration. Then we can see he introduced a good setup for education. And for the administrative convenience, he put the control of local areas under the control of a group of officers known as counts. These local officers or counts, they look after the administration of these local areas. Not only appointed these local officers, he also maintained a secret department to check the proper functioning of this local administration known as Mici Dominici. This Charlemagne, he was a very good ruler. We have seen that Charlemagne വളരെ നല്ലൊരു ഭരണാധികാരിയായിരുന്നു. ഒരു രാജ്യതന്ത്രജ്ഞനും വളരെ നല്ല ഒരു യോദ്ധാവുമായിരുന്നു. രാജ്യത്തിൻ്റെ ഭരണം ശരിയായ രീതിയിൽ നടത്തുന്നതിനായി അദ്ദേഹം ഒരു കേന്ദ്രീകൃത ഭരണ സമ്പ്രദായം, സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ അഥവാ കേന്ദ്രീകൃത ഭരണ സമ്പ്രദായം നിലനിർത്തിക്കൊണ്ടുവന്നു. രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിനായിട്ട് പൊളിറ്റിക്കൽ അലയൻസസ്, രാഷ്ട്രീയപരമായ സഖ്യങ്ങൾ, അതുകൂടാതെ വിവാഹബന്ധങ്ങളും ഉപയോഗപ്പെടുത്തി. രാജ്യത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ, ഭരണം ശരിയായ രീതിയിൽ നടത്തുന്നതിനായി കേന്ദ്രീകൃത ഭരണ സമ്പ്രദായം നിലനിർത്തിക്കൊണ്ടു പോകുന്നതിനൊപ്പം ഓരോ പ്രദേശത്തെയും ഭരണം ശരിയായ രീതിയിൽ നടത്തിക്കൊണ്ടു പോകുന്നതിന് ഒരു പ്രത്യേക വിഭാഗം ഉദ്യോഗസ്ഥരെയും നിയമിച്ചു. അവരാണ് കൗണ്ട്സ് എന്നറിയപ്പെട്ടിരുന്നത്. ഫോർ ദ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഹി അപ്പോയിൻറ്റഡ് ലോക്കൽ ഓഫീസേഴ്സ് നോൺ ആസ് കൗണ്ട്സ്. ഈ കൗണ്ട്സ് ശരിയായ രീതിയിലാണോ പ്രവർത്തിക്കുന്നത്, പ്രാദേശിക ഭരണം ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടോ എന്നറിയുന്നതിനും അത് ചെക്ക് ചെയ്യുന്നതിനുമായി
ഒരു പ്രത്യേക വിഭാഗം ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഷാർലിമെയിൻ മെയിൻറ്റെയിൻ ചെയ്തു. ഇതറിയപ്പെട്ടിരുന്നത് മിക്കി ഡൊമിനിക്കി എന്നാണ്. ഈ രീതിയിൽ തൻ്റെ ഭരണം വളരെ ശക്തമായതും കേന്ദ്രീകൃതമായ രീതിയിലും ഷാർലിമെയിൻ മുന്നോട്ട് കൊണ്ടുപോയി. ഈ അടുത്ത കാലത്ത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, ദുരിതാശ്വാസ നിധി എന്നൊരു ടേം എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. CMDRF, ചീഫ് മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ട് ഇല്ലേ? നമ്മൾ എന്തിനാണിത് ഉപയോഗപ്പെടുത്തുന്നത്? ദുരന്ത കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഷോർട്ടേജൊക്കെ വരുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കാനായിട്ടാണ്. നമ്മുടെ കേരളത്തിൽ നമുക്ക് CMDRF കാണാൻ കഴിയും. ഈ കോവിഡ് കാലത്ത് കയ്യിൽ അധികം കാശുള്ളവർക്ക് CMDRFിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. അത് ഗവൺമെൻറ് മറ്റുള്ളവരുടെ ക്ഷേമത്തിനും നന്മയ്ക്കുമായിട്ട് ഉപയോഗിക്കും. ഇന്ന് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത ഈ രീതി, ഇതുപോലെയുള്ള സമ്പ്രദായങ്ങൾ ഷാർലിമെയിൻ അന്ന് മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. ഫോർ എക്സാമ്പിൾ, റിലീഫ് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്തു. പാവങ്ങളെ സഹായിക്കാനായിട്ട് ഷാർലിമെയിൻ ഒരു റിലീഫ് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. ബുദ്ധിമുട്ട് നേരിടുന്ന വ്യക്തികൾക്ക് റിലീഫ് ഫണ്ടിൽ നിന്ന് സഹായം നൽകും. ഹി മെയിൻറ്റെയിൻ ഗുഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. രാജ്യത്തെ ആളുകളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നമനത്തിനായിട്ട് നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നു. ഇൻ ദിസ് വേ, ഈ രീതിയിലെല്ലാം നമുക്ക് വാട്ട് വി ക്യാൻ സീ an awakening or revival during Charlemagne's administration, Charlemagne's period. This revival or renaissance which existed during Charlemagne's period is known as Carolingian Renaissance. That means the dynasty of Charlemagne, which is that Carolingian. So the revival that existed during Charlemagne's period is known as Carolingian Renaissance. His glory spread all over the world. അദ്ദേഹത്തിൻ്റെ പ്രശസ്തി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു. എങ്കിലും ഷാർലിമെയിൻ്റെ മരണശേഷം ഈ പ്രശസ്തിയും ഈ പെരുമയുമെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിച്ചില്ല. His empire, it was divided. He belonged to which dynasty? Which tribe? Frankish tribe. That empire, Frankish empire, it was divided. After his death, we can see the gradual as well as decline or collapse of the Carolingian dynasty or this Frankish empire. So, Holy Roman Empire declined after this glorious ruler Charlemagne, the Holy Roman Emperor. In this second portion, that means second center of medieval power, we have discussed about the Holy Roman Empire under the leadership of a famous Holy Roman Emperor Charlemagne. And we have seen that how this emperor came to be known as Holy Roman Emperor. When this Charlemagne saved Pope Leo III from the tribal attack of Lombards, he gave this title Holy Roman Emperor to this Charlemagne, and his empire came to be known as Holy Roman Empire. After that, we discuss about the contributions of Charlemagne. ഷാർലിമെയിൻ്റെ പ്രധാനപ്പെട്ട സംഭാവനകളെക്കുറിച്ചിട്ടാണ് പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദിസ് ഷാർലിമെയിൻ, ഹി വാസ് എ വെരി ഗുഡ് അഡ്മിനിസ്ട്രേറ്റർ ആസ് വെൽ ആസ് എ വെരി ഗുഡ് എഫക്റ്റീവ് കോൺകറർ. ഷാർലിമെയിൻ വളരെ നല്ല ഒരു ഭരണാധികാരിയും യോദ്ധാവുമായിരുന്നു. ത്രൂ ഹിസ് ടെക്നിക്സ് ഓർ ടാക്ടിക്സ്, വിവിധ തന്ത്രങ്ങളിലൂടെ ഷാർലിമെയിൻ വെസ്റ്റേൺ യൂറോപ്യൻ റീജിയൻസിൻ്റെ എല്ലാ ഭാഗങ്ങളും തന്നെ അദ്ദേഹത്തിൻ്റെ അധീനതയിലാക്കി. ത്രൂ ഹിസ് ടാക്ടിക്സ്, he brought
almost all parts of the Western European region under his control. For the expansion of his kingdom, he used matrimonial alliances as well as political alliances. രാഷ്ട്രീയപരവും രാഷ്ട്രീയ സഖ്യത്തിലൂടെയും വിവാഹ മുഖേനയുള്ള സഖ്യങ്ങളിലൂടെയും അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചു. ഷാർലമേൻ്റെ ഭരണകാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഹി മെയിൻറ്റെയിൻഡ് എ സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ. കേന്ദ്രീകൃത ഭരണ സമ്പ്രദായം. ഭരണത്തിൻ്റെ എല്ലാ മേഖലകളും രാജാവിൽ അഥവാ റൂളറിൽ കേന്ദ്രീകരിച്ചിരുന്നു. ഹി ലുക്ക്ഡ് ആഫ്റ്റർ ഓൾമോസ്റ്റ് ഓൾ അഫയേഴ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഈവൻ ദോ ഹി മെയിൻറ്റെയിൻഡ് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ, അദ്ദേഹം സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷനാണ് മെയിൻറ്റെയിൻ ചെയ്തിരുന്നതെങ്കിലും വിവിധ പ്രദേശങ്ങൾ, വിസ്തൃതമായ സാമ്രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളുടെ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട് ഹി അപ്പോയിൻറ്റഡ് എ ഗ്രൂപ്പ് ഓഫ് ഓഫീസേഴ്സ് നോൺ ആസ് കൗണ്ട്സ് ഫോർ ദ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, എ സ്പെഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് നോൺ ആസ് മിക്കി ഡൊമിനിക്കി. To help the poor, he maintained relief funds. Then we can see good educational institutions and Carolingian Renaissance. After the death of Charlemagne, his empire was divided and it gradually led to the ultimate decline of the empire. Activity. You can write down the important contributions of Charlemagne. ഈ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. ക്ലാസ്സിനെക്കുറിച്ചുള്ള സജഷൻസ് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഈ ചാപ്റ്ററിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.